കേരള രാഷ്ട്രീയത്തെ അക്ഷരാർത്ഥത്തിൽ മുൾമുനയിൽ നിർത്തിയ മണിക്കൂറുകൾ. കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനത്തിന്റെ അടിത്തറ തന്നെ തോണ്ടാൻ പോകുന്ന ഒരു വലിയ പ്രഖ്യാപനം. അതെ, കണ്ണൂരിലെ കരുത്തനായ കെ സുധാകരൻ പാർട്ടി വിടുന്നു എന്നുള്ള ആ ഞെട്ടിക്കുന്ന വാർത്ത പുറത്തു വന്നപ്പോൾ കേരളം ശരിക്കും നടുങ്ങുന്ന സാഹചര്യമുണ്ടായി. ഒരുപക്ഷെ അടുത്ത കാലത്തൊന്നും കേരളത്തിലെ കോൺഗ്രസ് ഇത്ര വലിയൊരു പ്രതിസന്ധിയെ അഭിമുഖീകരിച്ചിട്ടുണ്ടാവുകയുമില്ല. എഴുതി വെച്ചോ, ആ കൃത്യം 12 മണിക്ക് നടക്കാനിരുന്ന പത്രസമ്മേളനം നടന്നിരുന്നുവെങ്കിൽ ഇന്ന് കോൺഗ്രസിന്റെ ചിത്രം മറ്റൊന്നാകുമായിരുന്നു. കെ സുധാകരൻ എന്ന ഒറ്റയാൻ താൻ ഇക്കാലം അത്രയും ചോരയും നീരും കൊടുത്ത് വളർത്തിയെടുത്ത പാർട്ടിയോട് ഗുഡ് ബൈ പറഞ്ഞ് കണ്ണൂരിൽ സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ച ആ നിമിഷം അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രളയത്തിൻ്റെ തുടക്കം കൂടിയായിരുന്നു. എന്നാൽ ആ സുധാകര പ്രളയത്തെ ഒടുവിൽ ശക്തമാക്കിയത് അല്ലെങ്കിൽ ഒടുവിൽ ശാന്തമാക്കി കൊണ്ടുവന്നത് അണിയറയിൽ നടന്ന ഞെട്ടിക്കുന്ന ചില നീക്കങ്ങളാണ്. തിരുവനന്തപുരത്തെ അഞ്ചനത്തിൽ നിന്നും ഡൽഹിയിലേക്കും അവിടെ നിന്ന് കണ്ണൂരിലേക്കും പാഞ്ഞ ഫോൺ കോളുകളുടെ മാസ്റ്റർ സ്ട്രോക്കുകളുടെ കഥയാണ് ഇനി പറയാൻ പോകുന്നത്. ഇവിടെയാണ് കോൺഗ്രസിന്റെ എക്കാലത്തെയും വലിയ ക്രെഡിറ്റ് മാനേജർ സാക്ഷാൽ AK ആന്റണിയും രമേശ് ചെന്നിത്തലയും അവതരിക്കുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി കെ സുധാകരൻ എടുത്ത അല്ലെങ്കിൽ കടുത്ത അമർഷത്തിലായിരുന്നുവെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യം കൂടിയാണ്. KPCC അധ്യക്ഷൻ എന്ന നിലയിൽ തനിക്ക് അർഹമായ പരിഗണനയോ സ്വാതന്ത്ര്യമോ ലഭിക്കുന്നില്ല എന്ന തോന്നൽ അദ്ദേഹത്തിന് ഉണ്ടാകുകയും ചെയ്തിരുന്നു. സംസ്ഥാനത്തെ ചില മുതിർന്ന നേതാക്കൾ തന്നെ ബോധപൂർവം ഒതുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള സംശയം സുധാകരന്റെ ഉള്ളിൽ ശക്തമായി തന്നെ ഉണ്ടാകുകയും ചെയ്തു. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട് വരുന്ന അഭ്യൂഹങ്ങൾ ഈ സംശയത്തിന്റെ ആക്കവും കൂട്ടി. കണ്ണൂരിൽ സുധാകരന് പകരം മറ്റൊരാളെ പരിഗണിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നതോടെ അദ്ദേഹത്തിന്റെ സർവ്വ നിയന്ത്രണങ്ങളും വിട്ടുപോകുന്ന സാഹചര്യമുണ്ടായി. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉരുക്കുകോട്ടയായ കണ്ണൂരിൽ ജീവൻ പണയം വെച്ച് കോൺഗ്രസിനെ പടുത്തുയർത്തിയ തന്നെ യാതൊരു പദവികളും ഇല്ലാത്ത വെറും ഒരു കൈയോടെ അല്ലെങ്കിൽ വെറും കൈയോടെ പുറത്താക്കാൻ ചിലർ ശ്രമിക്കുന്നു എന്നുള്ള ചിന്തയാണ്. ആ ചിന്തയിൽ നിന്നാണ് ആ വിപ്ലവത്തിൻ്റെ സുധാകരൻ കോപ്പ് കൂട്ടിയത്, അല്ലെങ്കിൽ ഒരു വലിയ വിപ്ലവത്തിന് സുധാകരൻ കോപ്പ് കൂട്ടിയത്. നമുക്കറിയാം, ഇവിടെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മാറ്റി സണ്ണി ജോസഫിന് KPCC പ്രസിഡന്റ് സ്ഥാനം കൊടുക്കുമ്പോൾ പറഞ്ഞത് കണ്ണൂരിൽ മത്സരിപ്പിക്കാം എന്നുള്ളതാണെന്നാണ് കെ സുധാകരൻ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവസാനം ഇവിടെ സീറ്റുകൾ വന്നപ്പോൾ കെ സുധാകരന് സീറ്റ് കൂടി ഇല്ല എന്നറിഞ്ഞപ്പോൾ ആ വിപ്ലവ സിംഗം മൊത്തത്തിൽ സടകുടഞ്ഞെഴുന്നേക്കുന്ന സാഹചര്യമുണ്ടായി. കണ്ണൂരിലെ ചുവന്ന മണ്ണിൽ കോൺഗ്രസിന്റെ ത്രിവർണ്ണ പതാക പാറിക്കാൻ അദ്ദേഹം സഹിച്ച ത്യാഗങ്ങളൊന്നും ചെറുതൊന്നുമല്ല. ആ തനിക്ക് നേരെ പാർട്ടിയിൽ നിന്ന് തന്നെ അവഗണന ഉണ്ടാകുന്നു എന്നുള്ള തോന്നൽ അദ്ദേഹത്തെ വല്ലാതെ വേട്ടയാടുകയും ചെയ്തു. തൻ്റെ ഏറ്റവും വിശ്വസ്തരായ അനുയായികളുമായി അദ്ദേഹം പലവട്ടം രഹസ്യ ചർച്ചകൾ നടത്തി. ഒടുവിൽ കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച് കണ്ണൂരിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജനവിധി തേടാൻ തന്നെ അദ്ദേഹം ഉറപ്പിച്ചു നിൽക്കുകയും ചെയ്തു. ഈ വാർത്ത പുറത്തു വന്നതോടെ മലബാറിലെ കോൺഗ്രസ് ക്യാമ്പുകളിൽ അക്ഷരാർത്ഥത്തിൽ തീ പിടിക്കുന്ന സാഹചര്യമുണ്ടായി. സുധാകരൻ പടിയിറങ്ങിയാൽ മലബാറിലെ കോൺഗ്രസ് സംവിധാനം ചീട്ട് കൊട്ടാരം പോലെ തകർന്നടിയുമെന്ന് എല്ലാവർക്കും ഉറപ്പായിരുന്നു. പ്രവർത്തകരുടെ മനോവീര്യം തകരും. എതിരാളികൾ വലവിരിച്ച് കാത്തിരിക്കുന്ന ഈ സമയത്ത് കെ സുധാകരനെ പോലൊരു അതികായൻ പാർട്ടി വിടുന്നത് കോൺഗ്രസിന് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യം കൂടിയായിരുന്നു. ഈ തീരുമാനത്തിന്റെ പ്രത്യാഘാതം കണ്ണൂരിൽ മാത്രം ഒതുങ്ങുകയുമില്ല. കാസർഗോഡും കോഴിക്കോടും വയനാടുമെല്ലാം UDFന്റെ വോട്ട് ബാങ്കിൽ വലിയ വിള്ളലുകൾ വീഴ്ത്താൻ അത് കാരണമാവുകയും ചെയ്യും. ഈ വിവരങ്ങൾ പാർട്ടിയിലെ വിശ്വസ്തരിലൂടെ ചോർന്നു കിട്ടിയതിലൂടെയാണ് രമേശ് ചെന്നിത്തല രംഗത്തിറങ്ങുന്നത്. ഒരു നിമിഷം പോലും വൈകാതെ ചെന്നിത്തല തന്റെ ഫോൺ എടുത്തു. അദ്ദേഹത്തെ വിളിച്ചത് നേരെ തിരുവനന്തപുരത്തെ AK ആന്റണിയുടെ ബസ്സായ അഞ്ചനത്തിലേക്കാണ്. ഫോൺ എടുത്ത ആന്റണിയോട് ചെന്നിത്തല കാര്യങ്ങളുടെ ഗൗരവം അക്കമിട്ട് നിരത്തുകയും ചെയ്തു. നമ്മളിപ്പോൾ ഇടപെട്ടില്ല എങ്കിൽ പാർട്ടിയാകെ തകർന്നു പോകും. സുധാകരൻ പുറത്തു പോയാൽ മലബാറിലെ കോൺഗ്രസ് കോട്ടകൾ നാമാവശേഷമാകും. അത് തിരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടാക്കുകയും ചെയ്യുമെന്നുള്ള കൃത്യമായ മുന്നറിയിപ്പാണ് ചെന്നിത്തല നൽകിയത്. സജീവ രാഷ്ട്രത്തിൽ നിന്നും അല്പം മാറി നിൽക്കുക എന്ന AK ആന്റണിക്ക് രംഗത്തിന്റെ ഗൗരവം ഉൾക്കൊള്ളാൻ അധിക സമയമൊന്നും വേണ്ടിയും വന്നില്ല. മുമ്പും കോൺഗ്രസ് വലിയ പ്രതിസന്ധികളിലൂടെ എല്ലാം കടന്നു പോയപ്പോഴും അവതരിച്ച അതേ ആന്റണി തന്നെ വീണ്ടും കർമ്മനിരതനായി രംഗത്തെത്തുകയും ചെയ്തു. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ആദ്യമായാണ് കോൺഗ്രസിലെ ചർച്ചകളിൽ ആന്റണി ഇത്ര സജീവമായി ഇടപെടുന്നത്. ഇതിന് പിന്നാലെ രമേശ് ചെന്നിത്തല ഡൽഹിയിലുള്ള ഹൈക്കമാൻഡ് പ്രതിനിധികളോടും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയോടും രാഹുൽ ഗാന്ധിയോടുമെല്ലാം ബന്ധപ്പെട്ട് കേരളത്തിലെ സ്ഥിതിഗതികൾ കൃത്യമായി വിശദീകരിച്ചു. സുധാകരന്റെ പ്രാതിനിധ്യവും അതിലെ പ്രാധാന്യവും അദ്ദേഹത്തെ ഒഴിവാക്കി മുന്നോട്ട് പോയാലുണ്ടാകുന്ന വലിയ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളും ഡൽഹി നേതൃത്വത്തെ ബോധ്യപ്പെടുത്താൻ ചെന്നിത്തലയ്ക്ക് കഴിയുകയും ചെയ്തു. എന്നാൽ കേവലം ചെന്നിത്തലയുടെ വാക്കുകൾ കൊണ്ട് മാത്രം ഡൽഹി പൂർണ്ണമായും വഴങ്ങിയിരുന്നില്ല. അവിടെയാണ് AK ആന്റണി എന്ന അതികായന്റെ ഇടപെടൽ അതിനിർണായകമായി മാറുന്നത്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയെയും ആന്റണി നേരിട്ട് ഫോണിൽ വിളിച്ചു. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഗോതയിൽ സുധാകരന്റെ സാന്നിധ്യം എത്രത്തോളം അനിവാര്യമാണെന്ന് അദ്ദേഹം ഹൈക്കമാൻഡിനെ അസന്നിഗ്ധമായി ബോധ്യപ്പെടുത്തുകയും ചെയ്തു. സുധാകരന് കണ്ണൂരിൽ സീറ്റ് നൽകണമെന്നും അദ്ദേഹത്തിനെതിരായ പിടിവാശികൾ സംസ്ഥാന നേതൃത്വത്തിലെ ചിലർ ഉപേക്ഷിക്കണമെന്നും ആന്റണി കൃത്യമായി ആവശ്യപ്പെട്ടു. കോൺഗ്രസിൽ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ
ഒരു വലിയ പിളർപ്പുണ്ടാകുന്നത് ഒരിക്കലും ഗുണകരമല്ല എന്നും അത് ശത്രുക്കൾക്ക് വലിയൊരു ആയുധമായി നൽകുമെന്നും ആന്റണി കൃത്യമായി നിലപാടുമെടുത്തു. മുതിർന്ന പ്രവർത്തക സമിതി അംഗവും അതുപോലെ തന്നെ ഗാന്ധി കുടുംബത്തിന്റെ വിശ്വസ്തനുമായ AK ആന്റണിയുടെ ഈ ഉറച്ച നിലപാടിന് മുന്നിൽ ഡൽഹി നേതൃത്വം മൊത്തത്തിൽ അക്ഷരാർത്ഥത്തിൽ വഴങ്ങുന്ന സാഹചര്യമാണ് ഉണ്ടായത്. സുധാകരൻ മത്സരിക്കേണ്ടതില്ല എന്ന മുൻ തീരുമാനം തിരുത്താനും അദ്ദേഹത്തിന് അർഹമായ പ്രാധാന്യം നൽകാനും ഹൈക്കമാൻഡ് തയ്യാറായതോടെയാണ് ഈ രാഷ്ട്രീയ നാടകത്തിൽ വലിയൊരു വഴിത്തിരിവുണ്ടാകുന്നത്. രാഹുൽ ഗാന്ധി ആന്റണിയുടെ ഫോൺ കോളിലൂടെ പച്ചക്കൊടി കാട്ടിയതോടെ ഈ ഓപ്പറേഷൻ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയും ചെയ്തു. കൃത്യം 12 മണിക്ക് മാധ്യമങ്ങളെ കണ്ട് തൻ്റെ വിനാശകരമായ ആ തീരുമാനം പ്രഖ്യാപിക്കാൻ സുധാകരൻ എല്ലാം തയ്യാറാക്കി നിൽക്കുമ്പോഴായിരുന്നു സമയം 11:30 കഴിഞ്ഞു. ഓരോ മിനിറ്റും കോൺഗ്രസ് പ്രവർത്തകരുടെ നെഞ്ചെടുപ്പ് കൂട്ടിക്കൊണ്ടേയിരുന്നു. അപ്പോഴാണ് സുധാകരൻ്റെ ഫോണിലേക്ക് ആ കോൾ വരുന്നത്. സ്ക്രീനിൽ തെളിഞ്ഞ പേര് കണ്ട് അദ്ദേഹം ഒരു നിമിഷം സ്തംഭിച്ചു പോകുന്ന സാഹചര്യമുണ്ടായി. സാക്ഷാൽ AK ആന്റണി. രാഷ്ട്രീയത്തിലെ തൻ്റെ വലിയേട്ടൻ്റെ ശബ്ദം കേട്ടതോടെ സുധാകരൻ്റെ ഉള്ളിലെ കാർക്കശ്യമെല്ലാം അലിഞ്ഞില്ലാതാകുന്ന സാഹചര്യമുണ്ടായി. വളരെ വൈകാര്യമായാണ് ആന്റണി സംസാരിച്ചത്. സുധാകര, ഒന്നുകൂടി മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് പോകണം. നിന്റെ സങ്കടങ്ങൾ എനിക്കറിയാം. പാർട്ടിക്ക് നിന്നെ കൃത്യമായും ആവശ്യമുണ്ട്. നിന്റെ ആവശ്യങ്ങൾ പാർട്ടി അനുഭാവപൂർവ്വം തന്നെ പരിഗണിക്കുകയും ചെയ്യും. തിരഞ്ഞെടുപ്പിൽ ഉചിതമായ പ്രാധാന്യം നിനക്കുണ്ടാവുകയും ചെയ്യും എന്ന് ആന്റണി ഉറപ്പു നൽകുകയും ചെയ്തു. പദവികളില്ലാത്ത തന്നെ ഒതുക്കാൻ നോക്കിയവർക്കുള്ള കൃത്യമായ മറുപടി ആന്റണിയുടെ ആ വിളിയിലൂടെ ഹൈക്കമാൻഡിനെ നേരിട്ടുള്ള ഇടപെടലിലൂടെ ലഭിച്ചുവെന്ന് സുധാകരന് അതോടെ ബോധ്യമാവുകയും ചെയ്തു. രാഷ്ട്രീയത്തിലെ ജ്യേഷ്ഠ സഹോദരൻ്റെ സ്നേഹപൂർണ്ണമായ ശാസനയും ഉറപ്പിന് മുന്നിൽ സുധാകരൻ തൻ്റെ കടുത്ത തീരുമാനത്തിൽ നിന്നും പിന്മാറുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഈ വാർത്ത പുറത്തു വന്നതോടെ UDF ക്യാമ്പിൽ വലിയൊരു ആശ്വാസത്തിൻ്റെ നെടുവീർപ്പാണ് ഉയർന്നു വന്നത്. അഞ്ചനത്തിൽ നടന്ന ചർച്ചകളും ഒടുവിൽ ചെന്നിത്തലയുടെ ഫോൺ കോളുകളും ഫലം കണ്ടതോടെ കണ്ണൂരിലെ കോൺഗ്രസ് പ്രവർത്തകർ വലിയ ആവേശത്തിലുമായി. ഈ രാഷ്ട്രീയ കൊടുങ്കാറ്റിൻ്റെയും ശ്രദ്ധേയമായ മറ്റൊരു പ്രതികരണം വന്നത് കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താനിൽ നിന്ന് കൂടിയാണ്. ഡൽഹിയിലെ ചർച്ചകൾക്കും കൂടിയാലോചനകൾക്കുമെല്ലാം ശേഷം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ UDF ക്യാമ്പിന് കൂടുതൽ വ്യക്തത നൽകുന്നത് കൂടിയായിരുന്നു. കോൺഗ്രസിലെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇനി യാതൊരു മാറ്റത്തിനും സാധ്യതയില്ല എന്ന് ഉണ്ണിത്താൻ അസന്നിഗ്ധമായി വ്യക്തമാക്കുകയും ചെയ്തു. K സുധാകരന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വാർത്തകൾ വെറും അഭ്യൂഹങ്ങൾ മാത്രമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു. പട്ടിക നേരത്തെ തന്നെ തയ്യാറാക്കിയതാണ്. ഇനി അത് മാറാൻ യാതൊരു സാധ്യതയുമില്ല. പാസാക്കിയ ലിസ്റ്റിൽ മാറ്റം വരുത്താൻ നേതാക്കൾ ഡൽഹിയിൽ നിന്ന് മടങ്ങിയ സാഹചര്യത്തിൽ ഇനി സാധ്യവുമല്ല. രാജ്മോഹൻ ഉണ്ണിത്താൻ കൃത്യമായി തുറന്നടിക്കുന്ന സാഹചര്യമുണ്ടായി. ഉണ്ണിത്താൻ്റെ ഈ വാക്കുകൾ കൂടിയായപ്പോൾ കണ്ണൂരിൽ സ്ഥാനാർത്ഥിത്വം ചൊല്ലിയുള്ള പുകമറകൾ പൂർണ്ണമായും നീങ്ങുന്ന സാഹചര്യമുണ്ടായി. സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വം ഒറ്റക്കെട്ടായാണ് ഈ സംഭവ വികാസങ്ങളോടെല്ലാം പ്രതികരിച്ചത്. പ്രശ്നപരിഹാരത്തിന് നേതൃത്വം നൽകിയ AK ആന്റണിയെയും രമേശ് ചെന്നിത്തലയെയും പ്രശംസിച്ച് K മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ രംഗത്തെത്തുകയും ചെയ്തു. AK ആന്റണി കോൺഗ്രസിന്റെ എക്കാലത്തെയും വലിയ രക്ഷകനാണെന്നും അദ്ദേഹത്തിന്റെ ഇടപെടലില്ലായിരുന്നുവെങ്കിൽ പാർട്ടി വലിയൊരു പ്രതിസന്ധിയിലേക്ക് തന്നെ വീണേനെയെന്നും നേതാക്കൾ സ്വകാര്യ സംഭാഷണങ്ങളിൽ പോലും സമ്മതിക്കുന്ന സാഹചര്യമുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശനും ഈ ഒത്തുതീർപ്പിനെ വലിയൊരളവിൽ സ്വാഗതം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്ത് തന്നെയായാലും ഈ വലിയ പ്രതിസന്ധിയെ തരണം ചെയ്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടം തന്നെയാണ്. സുധാകര പക്ഷത്തിന്റെ ആവേശം മാനോളമാണ് ഉയർന്നിരിക്കുന്നത്. തങ്ങളെ അവഗണിക്കാൻ ശ്രമിച്ചവർക്ക് ഹൈക്കമാൻഡിൽ നിന്നും നേരിട്ട് ലഭിച്ച വലിയൊരു പ്രഹരമാണ് അവരിതിനെ കാണുന്നതും. ഒരു വലിയ പൊട്ടിത്തെറിയിൽ നിന്നും കോൺഗ്രസിനെ രക്ഷിച്ച് AK ആന്റണി ഒരിക്കൽ കൂടി പാർട്ടിയുടെ അൾട്ടിമേറ്റ് ക്രൈസിസ് മാനേജറായി മാറിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഈ ചാണക്യതന്ത്രത്തിലൂടെ UDF ക്യാമ്പിൽ പുതിയൊരു ഊർജ്ജമാണ് നിറയുന്നതും. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കുള്ളിൽ ഭിന്നതകളെല്ലാം മറന്ന് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ ഈ സംഭവം കോൺഗ്രസിന് കരുത്ത് പകരുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. എന്തു തന്നെയായാലും കേരള രാഷ്ട്രീയം അടുത്ത കാലത്ത് കണ്ട ഏറ്റവും വലിയ ത്രില്ലറുകളിലൊന്നായിട്ടാണ് കഴിഞ്ഞ മണിക്കൂറുകൾ തിരശ്ശീല വീണിരിക്കുന്നത്. അണിയറയിലെ ഈ ശക്തമായ ഇടപെടൽ കോൺഗ്രസിനെ വലിയൊരു തകർച്ചയിൽ നിന്നാണ് കരകയറ്റിയിരിക്കുന്നത്. ഒരുപക്ഷെ 2021 നടന്നതുപോലെ CPM മൊത്തത്തിൽ തൂത്തുവാരുന്ന സാഹചര്യമുണ്ടായി. അന്ന് എല്ലാവരും പറഞ്ഞത് സുധാകരനെ കൊണ്ടുവരും, കോൺഗ്രസിനെ രക്ഷിക്കുമെന്നാണ്. അന്നത് ചെയ്തതുകൊണ്ടാണ് ഇന്നിപ്പോൾ കാണുന്ന കോൺഗ്രസ് ഇതേ രീതിയിൽ നിലനിൽക്കുന്നത്. അല്ലെങ്കിൽ കോൺഗ്രസ് അന്നേ നാമാവശേഷമായി പോരെ. അന്ന് K സുധാകരൻ എന്ന ഈ പറഞ്ഞ സിംഹം ഇല്ലായിരുന്നുവെങ്കിൽ കോൺഗ്രസ് തകർന്ന് തരിപ്പണമാകുന്ന സാഹചര്യം ഉണ്ടായേനെ. അന്ന് പക്ഷേ കൃത്യമായി VD സതീശനെ പ്രതിപക്ഷ നേതാവായും അതുപോലെ K സുധാകരനെ KPCC പ്രസിഡന്റായി വെച്ചത് കൊണ്ട് മാത്രമാണ് പിന്നീട് ഇങ്ങോട്ട് കോൺഗ്രസിനൊരു നാഥനുണ്ട്, ഞങ്ങൾക്കൊരു നാഥനുണ്ടെന്ന് കോൺഗ്രസ് പ്രവർത്തകർ പോലും പറഞ്ഞു വെച്ചത്. ആ നാഥനില്ലാത്തൊരു അവസ്ഥ ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോഴാ ആ 12 മണിയുടെ സമയം ഒരുപക്ഷെ K സുധാകരൻ മാധ്യമ മുന്നിൽ വന്നിരുന്നുവെങ്കിൽ കോൺഗ്രസ് ഇപ്പോൾ ഒന്നുമല്ലാത്ത സാഹചര്യമേ മാറിയനെ. അതിൽ നിന്നെല്ലാം രക്ഷിച്ചത് ചെന്നിത്തലയും AK ആന്റണിയുമാണെന്ന കാര്യം യാതൊരാളും മറന്നു പോകരുതെന്നും അണിയറയിൽ ശബ്ദങ്ങൾ കൃത്യമായി ഉണ്ടാകുന്നുണ്ട്. ഒരുപക്ഷെ ഇനി അങ്ങോട്ട് ഉണ്ടാകാൻ പോകുന്നത് പൊട്ടിത്തെറികളെല്ലാം ഉണ്ടാകുമെങ്കിലും ഇത്ര വലിയൊരു പ്രതിസന്ധി കോൺഗ്രസിന് ഉണ്ടാകില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇനി അങ്ങോട്ടും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമ്പോഴെല്ലാം വലിയ തരത്തിൽ ചർച്ചകളും പൊട്ടിക്കരച്ചിലുകളും പൊട്ടിത്തെറികളും തലകറക്കുമെല്ലാം കോൺഗ്രസിലെ ഈ സ്ഥിരമായി ഉണ്ടാകുന്ന പടലപ്പണക്കങ്ങളെല്ലാം ഉണ്ടാകുന്ന കാര്യം ഉറപ്പ് തന്നെയാണ്. അപ്പോഴും
ഇത്തരം വലിയൊരു ക്രൈസിസ് ഒരിക്കലും ഇനി കോൺഗ്രസിന് ഉണ്ടാകില്ല എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്.